കാലത്തെ നമ്മുടെ നേതൃത്വം നൽകുന്നത് UAE നിന്ന് സിസ്റ്റർ സുനി സിസ്റ്ററാണ്. ആമേ പ്രിയ ദൈവദാസിയെ ആദരപൂർവ്വം ആമേ വർഷിപ്പ് ലീഡിയുവാൻ വേണ്ടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഈ ഒരു ദിവസക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് അതിരാവിലെ പാടുന്ന പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം, നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം, നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ. എന്താനന്ദം, നമ്മൾ പ്രിയന ശോഭാസൂര്യനായി വരുന്നാൾ. എന്താനന്ദം, നമ്മൾ പ്രിയന ശോഭാസൂര്യനായി വരുന്നാൾ. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവരെത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവരെത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നു എൻ്റെ കൂടൊന്നു പോരുവാൻ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നു എൻ്റെ കൂടൊന്നു പോരുവാൻ. എൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം. എൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം. എൻ പ്രിയനാം പുതുദാനം ചെയ്തതെന്താനന്ദം. എൻ പ്രിയനാം പുതുദാനം ചെയ്തതെന്താനന്ദം. മരുവിൽ നിന്നു പ്രിയന്മേ ചാരി വരുന്നോരിവളരുപോൽ. മരുവിൽ നിന്നു പ്രിയന്മേൽ ചാരി വരുന്നോരിവളരുപോൽ. വാനത്തിൽ കൂടെ പോകുന്നേ ഞാനും സ്വന്ത രാജ്യത്തിൽ ചെല്ലുവാൻ. വാനത്തിൽ കൂടെ പോകുന്നേ ഞാനും സ്വന്ത രാജ്യത്തിൽ ചെല്ലുവാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക,
ഓർക്കുക പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഒരു പാട്ടുകൾ പാടാം. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. ഇത്രമ സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി, ഇത്രമ സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. ശോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥാ. ശോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥാ. അണിപ്പഴുതുള്ള പാണികളാൽ എന്നെ, അണിപ്പഴുതുള്ള പാണികളാൽ എന്നെ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം, പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. ഇത്രമ സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി, ഇത്രമ സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. പോഷിപ്പിക്ക പത്യവചനമശീരത്താലെന്നെ, പോഷിപ്പിക്ക പത്യവചനമശീരത്താലെന്നെ. നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച്, നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച്. പച്ചപ്പുൽശയ്യയിൽ കിടത്തിടുന്നോനെ, പച്ചപ്പുൽശയ്യയിൽ കിടത്തിടുന്നോനെ. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. ഇത്രമ സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി, ഇത്രമ സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ, നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ. പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ, പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ. മധുരഗാനാരേതമതിലേറി ഗമിപ്പാൻ, മധുരഗാനാരേതമതിലേറി ഗമിപ്പാൻ. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ. തേടി വന്നോ ദോഷിയാമെന്നെയും
നെയ്യുന്നാഥ ഇത്രമ സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, ഇത്രമ സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമൻ നെയ്യുമെന്നെയുന്നാഥ, കുഞ്ഞാടിന്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ, കുഞ്ഞാടിന്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ. സിയോൻ മലയിൽ സീമയറ്റാനന്ദം, സിയോൻ മലയിൽ സീമയറ്റാനന്ദം, എന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ, എന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ. തേടി വന്നു ദോഷിയാമെന്നെയുമെന്നെയുന്നാഥ, തേടി വന്നു ദോഷിയാമെന്നെയുമെന്നെയുന്നാഥ. ഇത്രമ സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, ഇത്രമ സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമെന്നെയുമെന്നെയുന്നാഥ. ആമേൻ. സ്തോത്രം, സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യുഎഇ നിന്ന് പ്രിയാസിന് സിസ്റ്റർ ആമേ, രാത്രി അവിടെ 3:30-4 മണിയോട് അടുത്ത സമയമാണ്. ആമേ, 4 എഴുന്നേറ്റിരുന്ന് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരിയെ കുടുംബമായ കർത്താവിനും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവിടാൻ വേണ്ടി പോവുകയാണല്ലോ. വിഷയങ്ങളെ ഓർത്ത് നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവ പ്രവൃത്തി ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം ഐക്യമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ വലിയ കരം ദൈവം ഐക്യമാടയായി. ഈ പ്രഭാതത്തിലും കർത്താവിന്റെ പൊന്നുകരം നമ്മുടെ വിഷയങ്ങളുടെ മേലെ ദൈവം ഐക്യമാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആമേ നേതൃത്വം നൽകുന്ന യുപിയിൽ നിന്ന് ആമേ സിസ്റ്റർ സാറാ ബജറാണ്. പ്രിയാന്റിയെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ കർത്താവ് നമ്മളെ ക്ഷേമത്തോട് സൗഖ്യത്തോട് കാത്തു പരിപാലിച്ചു സൂക്ഷിച്ചു, സുഖകരമായി ഉറക്കി. ഒരു സുപ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മുഴുവൻ കർത്താവ് നമ്മളെ പരിപാലിച്ചല്ലോ. എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നുപോയി. എന്നാൽ ജീവനുള്ളവർ ദേശത്ത് ജീവനുള്ള ദേഹികളായി കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് അവസരം തന്നു. നമുക്ക് പതിവ് പോലെ ഒരു സുപ്രഭാതം കൂടെ ഈ പ്രാർത്ഥനാധ്വനിയുടെ തണലിൽ കർത്താവിനോട് പല കാര്യങ്ങൾ അപേക്ഷിക്കുവാൻ അഭയാചന കഴിക്കുവാനൊക്കെയും കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. എനിക്ക് ഈ അവസരം ദൈവദാസന് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥനയിലേക്ക് സമയം ചിലവഴിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ജയം തന്നു. പല കാര്യങ്ങൾ നമുക്ക് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങൾ സാധ്യമാക്കി തന്ന കർത്താവ് നമ്മളെ വീണ്ടും നടത്തുവാൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലവും നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ അതുപോലെ 2 പേർക്ക് ആർക്കെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയം പറയാമല്ലോ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, ഞാൻ പ്രീത ജൂണാറാണ്. എന്റെ മോൾ അക്ഷമോൾക്ക് വേണ്ടി അക്കോമഡേഷന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ എല്ലാവരും. ദൈവകൃപയാൽ അക്കോമഡേഷന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ ശരിയാകാൻ ദൈവം കൃപ ചെയ്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാസ്റ്ററും സിസ്റ്ററും ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങായി തണലായിരുന്നു. ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ 2ാമത്തെ മോള് ദർശമോളും ശാരീരികമായ ബുദ്ധിമുട്ടുള്ള പനിയുടെയും ദേഹവേദനയുടെ ഒക്കെ പ്രയാസത്താൽ ആയിരിക്കുന്നു. അവൾക്ക് യൂണിവേഴ്സിറ്റിയുടെ എക്സാം തുടങ്ങാറായി. സ്റ്റഡി ലീവിലാണ് അവളിപ്പോൾ. അവൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. എന്തായാലും അവളെ ഓർത്തുകൂടെ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. യോഹന്നാൻ ശാരീരികമായി ക്ഷീണം, കണ്ണിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ 3 പേരെ ഓർത്ത് പ്രാർത്ഥിക്കണം.
പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ വിഷയം കേട്ടല്ലോ. പ്രിയ സിസ്റ്റർ പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി മകളുടെ അക്കോമഡേഷന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. നല്ല അക്കോമഡേഷൻ കിട്ടുവാൻ കർത്താവ് സഹായിച്ചു. എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ അവരുടെ ഭവനത്തിൻ്റെതായ എല്ലാ വിഷയങ്ങളിന്മേലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് അവരെ വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിച്ച് മുൻപോട്ട് നടത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓമന സിസ്റ്റർ പറഞ്ഞതായ വിഷയം കേട്ടല്ലോ. കണ്ണിൻ്റെ പ്രയാസങ്ങളെല്ലാം അറിയുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയമാണ്. ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ച് പൂർണ്ണ വിടുതലും ആശ്വാസവും പ്രിയ സഹോദരിക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് അവരുടെ യൗവന പ്രായത്തിലെ കർത്താവ് ഏതൊക്കെ ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടോ അതൊക്കെ നൽകിക്കൊടുത്ത് മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആരെങ്കിലും ഒരാൾക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ തന്റെ സ്വർഗീയ പിതാവേ, അല്ലെ പ്രവാസമയ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്ധ്യയ്ക്ക് അടുത്ത് വരുന്ന പ്രത്യേക രണ്ട് പ്രിയപ്പെട്ടവർ പറഞ്ഞ വിഷയങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക പ്രീത ജൂണ സിസ്റ്റർ പറഞ്ഞ വിഷയത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പച്ച. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും കർത്താവ് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇന്ന് തന്നെ പ്രവർത്തിച്ചിന് സ്തോത്രം എന്ന് പൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രവാസമയം കർത്താവ് സന്തോഷ വാർത്ത ഞങ്ങൾ ഒരുമിച്ച് കേൾക്കുവാൻ അപ്പച്ച അങ്ങടിയാക്കി കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന അകത്ത് ഒന്നുകൂടെ അനുഭവിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്ക് സ്തോത്രം. ഞങ്ങളുടെ ദക്ഷമൊക്കെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. പലപ്പോഴും കർത്താവെ ശാരീരമായി തന്റെ ശരീരത്തിൽ കർത്താവെ ക്ലേശങ്ങളിട്ടുണ്ട് പ്രയാസപ്പെടുത്തുന്നു അപ്പച്ച. വെറുതെ എക്സാം സമയമാകുമ്പോഴൊക്കെയും കർത്താവ് അതിന് ശാരീരമായ ക്ലേശങ്ങളൊക്കെ കടന്നു വരുന്ന അവസ്ഥകളുണ്ട് കർത്താവെ. അല്ലെങ്കിൽ പ്രത്യേക വലിയ യൂണിവേഴ്സിറ്റി എക്സാം ആണല്ലോ, അല്ലെങ്കിൽ ആ സ്തോത്രം സ്റ്റഡീസ് സമയങ്ങളാണല്ലോ അപ്പച്ച. എന്നാൽ തന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് യാതൊരു പ്രയാസങ്ങളും കൂടാതെ അല്ല ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണുവാൻ അപ്പച്ച അങ്ങയുടെ ആക്കുമാരണമേ. ശരീരത്തിലുണ്ടാകുന്ന ഏതെല്ലാം കുറവുകളാണെങ്കിലും കർത്താവെ അങ്ങയുടെ കരം ഒന്ന് തൊട്ടാൽ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ശൂന്യതകളെ ഞങ്ങളുടെ കുറവുകളെ നീത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ കരം തൊട്ട് പതിനെ സൗഖ്യമാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ കർത്താവെ രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾ മേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം കാണുവാൻ യേശുപ്പച്ച എന്ന വൽക്കാലം കർത്താവ് ഇടയാക്കുമാറണമേ. അന്ന് ചായാനി കടന്നുപോയി ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ആ കുടുംബത്തെ കർത്താവ് ബലപ്പെടുത്തുന്ന കൃപയ്ക്ക് സ്തോത്രം. ഞങ്ങളുടെ ഓമനാന്റിക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ബലപ്പെടുത്തുമാറണമേ. കർത്താവിന്റെ വേല കുടുംബമായി ആയിരിക്കുന്നില്ല കർത്താവെ. ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ആത്മീയ പതിയുമായും കർത്താവ് ദൈവം നിറയ്ക്ക് മാറണമേ. ജോലിക്ക് ഭാരപ്പെടുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ ദേശത്ത് കർത്താവിന് വേണ്ടി ശക്തമായി കുടുംബമായി പ്രയോജനപ്പെടുവാൻ അനേകർക്ക് ആശ്വാസമാ തീരുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അല്ലെങ്കിൽ ശാരീരിക ഭാരപ്പെടുന്ന എല്ലാ ക്ലേശങ്ങളും വിടുവിക്കുമാറാണമേ. വൃത്തിയാൽ കർത്താവെ കണ്ണിന്റെ അസ്വസ്ഥത വിടുവിക്കുമാറാണമേ. അല്ലെങ്കിൽ ആ സോദര ഓപ്പറേഷൻ ചെയ്ത കണ്ണാണല്ലോ കർത്താവെ. അല്ലെങ്കിൽ ഒരു കണ്ണ് തീരെ അല്ലെങ്കിൽ കാഴ്ചക്കുറവാണല്ലോ പച്ച. അല്ലെങ്കിൽ അങ്ങയുടെ മനസ്സലിയുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലെങ്കിൽ ആ സോദര ശക്തിമായ അല്ലെങ്കിൽ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് സമീപിക്കുന്ന ആ ദൈവത്തിന്റെ സാമീപ്യം കർത്താവെ ആന്റി അനുഭവിച്ചറിയുവാൻ അപ്പച്ച അങ്ങ് ഇടയാക്കുമാറാണ്. പലപ്പോഴും കർത്താവെ ശാരീരിക ക്ലേശം കൊണ്ട് പ്രത്യേക കണ്ണിന്റെ അസ്വസ്ഥതകൾ ഇട്ട് ഭാരപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന കർത്താവ് വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അത്ഭുതത്തിന്റെ കരം തൊട്ട് കർത്താവിന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് പ്രവർത്തിച്ചു അരുണുമാര് സൗഖ്യം എനിക്ക് തന്നെന്ന് പറയത്തക്ക രീതിയിൽ ദൈവിക പ്രവൃത്തി കർത്താവ് എന്റെ ദൈവത്തിന്മേൽ അയക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. ഇരു കുടുംബങ്ങളെ അങ്ങ് മാനിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ടിരിക്കുക സ്തോത്രം. അപ്പച്ചന്റെ പൊന്നേശ്വരിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് ജയം തന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ബിന്ദുമോൾക്ക് വളരെ ദിവസങ്ങൾക്ക് ശേഷം കർത്താവിന്റെ സന്നിധിയിരുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ബലപ്പെടുത്തി കർത്താവ് എഴുന്നേൽപ്പിച്ചല്ലോ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് ബലം നൽകി എഴുന്നേൽപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവത്തെ നമ്മോട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ഇന്ന് പകൽക്കാലം അവൾക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ബലം കൊടുത്തതിനാൽ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വിഷയങ്ങൾ പറയാമല്ലോ. മേരി മാത്യു, നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ല മഴ 1 മണിക്കൂറോളം നല്ല ശക്തമായ മഴ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളുടെ ദേശത്ത് തന്നു. പിന്നെ സൺഡേ ആണല്ലോ, ദൈവം എല്ലാ മക്കളും ആരാധനയ്ക്ക് കടന്നു പോകുന്നതല്ലോ. ദൈവത്തിന് മഹത്വം.
സ്തോത്രം എന്നെ കൊടുമാട്ട് ദൈവം വിടിയിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല. തുടർന്ന് പ്രാർത്ഥിക്കണമേ. പിന്നെ പ്രവീണിൻ്റെ ഒരു വിഷയമുണ്ട്. അവന് പഠിച്ച വിഷയത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ, അവന് നല്ലൊരു നന്മ ദൈവദേശത്ത് തുറന്നു കൊടുക്കേണ്ട. അവൻ കുടുംബമായിട്ട് ഒരു ദൈവത്താൽ പിടിക്കപ്പെടേണ്ടതിന് വേണ്ടി 2 കുഞ്ഞുങ്ങളെ ദേശീയനെ അറിയേണ്ടുമെന്ന് അറിയുവാൻ ഞങ്ങളുടെ കുടുംബം 3 കുടുംബങ്ങളും ദൈവത്താൽ പിടിക്കപ്പെട്ട കുടുംബങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നെല്ലാം പിടിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് സ്തോത്രം. അടുത്ത വിഷയം പറയാം. പ്രൈസലോട് സ്തോത്രം. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രാർത്ഥനാ മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, പൈതലിന് തീരെ സുഖമില്ലാതിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. വിടുതലുണ്ട്, എന്നാലും അല്പമായ ക്ലേശമൊക്കെ ഉണ്ട്. വളരെ ദൂരെ യാത്ര ചെയ്തെന്ന് ഒരു എക്സാമിന് വേണ്ടി കടന്നു പോയിരിക്കുന്നു. ദൈവസാന്നിധ്യം പൈതലിനോടുകൂടെ ഇരിക്കണം. 9:30 മുതൽ 12:30 വരെ എക്സാം ടൈം. പൈതലിനെ ക്ഷേമത്തോടെ നടത്തണം. നന്നായി പരീക്ഷ അറ്റൻഡ് ചെയ്യുവാനും മടക്ക യാത്രയിൽ കൂടെ ഇരിക്കാനും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവ് സഹായിക്കാൻ. പ്രത്യേകിച്ച് വയറിന്റെ പ്രയാസമാണ്. അതുകൊണ്ട് ഭാരം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. കഴിഞ്ഞ നാളിലൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ചു വിടുതലായിരുന്നു. സ്തോത്രം. നന്ദിയോടെ ഓർക്കുന്നു. പേര് പറഞ്ഞാട്ട് സിസ്റ്റർ. എന്റെ പേര് സിസ്ലി ബെന്നി. മോടെ പേര് പ്രൈസി ബി ജോയി. പ്രൈസിയ എക്സാമിന് വേണ്ടി പോയേക്കുന്നത്. വയറിനാ പ്രയാസം. നമ്മൾ വിഷയങ്ങൾ കേട്ടല്ലോ. ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അകന്നു നിൽക്കുന്ന ദൈവമല്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. നമുക്ക് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വീണ്ടും നിങ്ങളുടെ പാതവിടെ കടന്നു വരുവാൻ തക്കവണ്ണം, എൻ്റെ അപ്പത്തിനെ പാരിസ്ഥിതിപ്പാൻ തക്കവണ്ണം, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലപ്പാ ഞങ്ങൾക്ക് ഒരു അവസരം കൂടി ജീവിതത്തിൽ ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന പച്ച ദൈവമേ, ഹല്ലേലൂയ. ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. മേരിമാത്യാൻ്റിക്കായി സ്തോത്രം. ഇപ്പൊ പ്രഭാത സമയത്തിന്റെ മകളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹല്ലേലൂയ. എന്റെ ഭക്തന്മാരെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. ദൈവമേ, പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങളുടെ ആരാധിപ്പാൻ തക്കവണ്ണം എൻ്റെ മകൾക്ക് കൃപ കൊടുക്കണമേ. അതിനുള്ള അനുകൂല സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണമേ. എൻ്റെ ദാസനോട് സ്വർഗം സംസാരിക്കണമേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. കുടുംബമായിട്ട് ഞങ്ങളുടെ സന്നദ്ധയിൽ അപ്പാ ഹല്ലേലൂയ കടന്നുപോയി അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗ അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ അപ്പച്ചന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ അപ്പാ ഹല്ലേലൂയ. മഴയ്ക്കായി ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ദൈവമേ, നല്ല മഴ കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വീണ്ടും അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് കൊച്ചുമക്കളെ എൻ്റെ അപ്പൻ്റെ പാതപിടത്തിലേക്ക് സമർപ്പിക്കട്ടെ. അവരായിരിക്കുന്ന സ്ഥാനത്തെല്ലാം എൻ്റെ അപ്പൻ്റെ ചെറുകടയിൽ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ പഠിച്ച ഹല്ലേലൂയ അനുസരിച്ച് നല്ല ജോലിയെല്ലാം ലഭിക്കാൻ തക്കവണ്ണം സ്വർഗമേ അങ്ങ് ഇടയാക്കണമേ. അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആയിരിക്കുന്ന സ്ഥാനത്ത് ചെറുകടയിൽ മറയ്ക്കണമേ. അതിലുപരിയായിട്ട് മാതാവിനോടൊത്ത് എൻ്റെ അപ്പൻ്റെ പാതയുടെ മുഴങ്കാലുകളെ മടക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്കും അങ്ങ് ഇടയാക്കണമേ. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം സ്വർഗം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. ശിവനിക്കായി സ്തോത്രം ഹല്ലേലൂയ. ദൈവമേ, ഈ പ്രഭാതത്തിന്റെ മകളെയും കൂട്ടുവരുത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെ മകളുടെ ശരാമദേഹികളെ ബലപ്പെടുത്തണമേ. എല്ലാ ശരീര ക്ഷീണങ്ങളിൽ നിന്ന് അസ്വസ്ഥകളിൽ നിന്ന് വിടുവിച്ച് പൂർണ്ണാരോഗ്യത്തോടും ബലത്തോടും കൂടി ആയിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്വർഗീയ സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ച് ഏറിയ പ്രത്യാശ വിശ്വാസം ഉറപ്പും ധൈര്യമുള്ളവളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പാതപീഠത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസിക്കായി സ്തോത്രം. പൈതലിനോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൈതലിന്റെ ശരാമദേഹികളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഉറപ്പും ധൈര്യമുള്ളവളാക്കി തീർക്കണമേ. പ്രത്യാശയാൽ നിറയ്ക്കണം അപ്പച്ച. ഒരിക്കലും തളർന്ന് ക്ഷീണിച്ചു പോകുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കരുതേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ശിരസ് മുതലുള്ള കാൽ വരെ അന്തരവും ബാഹ്യവുമായ ചെറുതും വലുതുമായ ഓരോ അവയവങ്ങളെയും അതിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് ഈ പ്രഭാതത്തിൽ പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പൈതൽ എക്സാമിനായി കടന്നു
പോയിരിക്കുന്നല്ലോ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യേണ്ടുന്ന വാഹനങ്ങളെല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നപ്പാ യാത്ര ചെയ്യുവാൻ ആവശ്യമായ ശാരീരികമായ ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഓർമ്മശക്തി കൊടുത്ത് സ്വർഗത്തിലെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു ചെന്ന് ഹല്ലേലൂയ ദൈവമേ നല്ലവണ്ണം എക്സാം എഴുതുവാൻ തക്കവണ്ണം ഉന്നതമായ വിജയം നേടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് ഞങ്ങളുടെ വചനപ്രകാരം അടക്ക യാത്രയിലും സാന്നിധ്യം കൂടിയിരിക്കണമേ. പൂർണ്ണ ആരോഗ്യത്തോടും ബലത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും നിഗ്രഹിക്കപ്പെട്ടവളായി കടന്നു വരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കൊണ്ട് പൈതലിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ രണ്ടുപേരും എൻ്റെ അപ്പനാൽ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഉയർച്ച വളർച്ച കാണുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് കുടുംബങ്ങളെയും അവരുടെ വിഷയങ്ങളെയും ദൈവമേ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ആത്മീയവും മാനസികവും ശരീരവും ബോധ്യം എല്ലാ നിലകളിലും സ്വർഗം അവരെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന ഇട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആവശ്യങ്ങൾ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഇന്നലെ നമ്മുടെ പ്രേയർ ഗ്രൂപ്പിനകത്ത് വന്നൊരു പ്രാർത്ഥന വിഷയമുണ്ട്. രണ്ട് വിഷയം. ഒന്ന് നമ്മുടെ കടമ്പനാട്ടുള്ള ഒരു ദേവദാസൻ ഫാസ്റ്റർ രാജേഷ് ഷാ, അദ്ദേഹത്തിന് ഒരു വലിയ അപകടമുണ്ടായി. മുട്ടിന്റെ താഴോട്ട് ഒടിയുമടയായി. താൻ വളരെ കിടപ്പിലാണ്. പൂർണ്ണമായ സൗഖ്യം പ്രിയ ദേവദാസനുമേ ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇളമ്പളയ്ക്കൽ കൺവെൻഷന് വർഷിപ്പ് ലീഡ് ചെയ്ത ദേവദാസനാണ് അദ്ദേഹം. പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് എൻ്റെ മാതൃസഭയിലുള്ള പള്ളിക്കൽ ശാലോം സഭയിലെ ബാബു മാത്യുവിന്റെ മോന് ബ്ലസ്സിന് കഴിഞ്ഞ ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാറ് ചെന്നിടിച്ച് അവന്റെ കാലിന്റെ തൊട എല്ല് മുഴുവനും ഇളകിപ്പോയി. അങ്ങനെ വലിയൊരു ഓപ്പറേഷന് കഴിഞ്ഞു. ഇപ്പോഴ് ഹോസ്പിറ്റൽ വിശ്രമത്തിലായിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി ഈ രണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളും കേട്ടല്ലോ. കടമ്പനാട്ടുള്ള രാജേഷ് പാസ്റ്റർ ആക്സിഡന്റായി കാലിന്റെ മുട്ടൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് പ്രശ്നമായി ആയിരിക്കുന്നു. ദൈവമക്കളുടെ പ്രത്യേക പ്രാർത്ഥന പൂർണ്ണ വിടുതൽ കൊടുത്ത് എത്രയും പേർക്ക് എഴുന്നേൽക്കുവാൻ, കർത്താവിന്റെ സേവ ചെയ്യുവാൻ, കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാരെ പൈശാചികൻ തൊട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദേവദാസിനെ പൂർണ്ണ വിടുതൽ കൊടുത്ത് എത്രയും വേഗം എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പള്ളിക്കൽ ബാബു കേട്ടല്ലോ, മകനും പ്രത്യേകമായി ആക്സിഡന്റുണ്ടായി ആശ്വസനായിരിക്കുന്ന കർത്താവിന്റെ വിടുതലിന്റെ കരമായിട്ട് എത്രയും വേഗം വിടുതൽ കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്തായിരുന്നു വരാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. അടിയങ്ങൾ കേട്ടതായ വിഷയത്തിന്മേൽ അവിടുന്ന് മഞ്ഞുമഴയക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കടമനാട്ട് കർത്താവേ, പ്രിയ ബ്രദറിന് കർത്താവേ വാഹനാപകടം നിമിത്തം കർത്താവെ മുട്ടിനുണ്ടായ ക്ഷതം കർത്താവെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കയിലായിരിക്കുന്നുവല്ലോ, അവിടുത്തെ ആണിപ്പോഴുള്ള കരം നീട്ടുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ എത്രയും വേഗം പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവേ അവിടുന്ന് നൽകുമാറാണമേ. അവിടുത്തെ ആണിപ്പോഴുള്ള കരം കർത്താവേ അവിടുന്ന് നീട്ടുമാറാണമേ പ്രാർത്ഥിക്കുന്ന എത്രയും വേഗം പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ കർത്താവേ എഴുന്നേൽപ്പാൻ ദൈവമേ അവിടെ നേടിയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, തുറന്നു നടക്കുന്ന സൂക്ഷികളൊക്കെ അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ വിടുതലിന്റെ കരം കർത്താവേ അനുഭവിച്ചറിയുവാൻ വേണ്ടിയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. പച്ചാ അവിടുന്ന് കർത്താവേ പ്രവർത്തിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ശേഷാൽ പള്ളിക സഭയിലെ കർത്താവെ ബ്ലസൻ ബാബുവിനായി പ്രാർത്ഥിക്കുന്നു. അവന് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കർത്താവെ വാഹനാപകടത്തെ തുടർന്ന് കർത്താവെ അവന് നേരിട്ടതായ പ്രയാസത്തെ കർത്താവെ പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവെ ഇവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരിക്കുന്നു അല്ല കർത്താവെ എത്രയും വേഗം പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവെ ദൈവമേ പൂർണ്ണ വിടുതലോടെ കർത്താവെ എഴുന്നേൽപ്പാൻ ദൈവമേ ഇവിടെ നേടിയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ
അവന്റെ കർത്താവെ വിദ്യാഭ്യാസത്തിനോ അവന്റെ ഭാവിക്കോ യാതൊരു കർത്താവെ പ്രിയം ദൈവമേ കർത്താവെ പ്രതികൂലങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയാകാതെ കർത്താവെ അവിടുത്തെ കരനീട്ടി പൂർണ്ണമായ ഒരു വിടുതൽ കടമേ സൂക്ഷിക്കുന്ന കരങ്ങളെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ അത്ഭുതത്തിന്റെ കരം അനുഭവിച്ചറിയുവാൻ ദൈവമേ അവിടെ നെടിയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ സാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവം അവിടെ ആകയാല് ദൈവമേ രോഗസൗഖ്യം മക്കളുടെ അവകാശമായിരിക്കാല് കർത്താവേ അവിടെ നടിയുള്ള കർത്താവേ വിഷയത്തിന്റെ അവിടുന്ന് അല്പം പൂർത്തിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന യാതനയും കേട്ടിരിക്കായി സ്തോത്രം സാലുവേശു കൃഷ്ണനാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാണമേ ആമേൻ. പ്രാർത്ഥനയിലേക്ക് രണ്ടുപേരുടെയും ശരീരത്തിന്മേൽ വ്യാപിച്ചിരിക്കുന്ന ആ മുറിവുകൾ എത്രയും വേഗം സൗഖ്യമാക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എന്റെ പേര് സജിനി. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, എന്റെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അടിയൻ താഴ്മയോട് അപേക്ഷിക്കുന്നു. വിഷയത്തിന് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ശ്രദ്ധയോട് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ സജിനി പറഞ്ഞതായ വിഷയങ്ങള് അവരുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തിന് വേണ്ടി ഹലോ അമ്മണി, ഞാൻ അമ്മണി രാജനാണ്. പനിയുടെ അസ്വസ്ഥത ഭാരപ്പെടുന്നു, തലവേദനയും പനിയും. എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം. എല്ലാ ദൈവമക്കളും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം. സജിനേഷിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അമ്മണി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. പനിയായി ഭാരപ്പെടുന്നു, പൂർണ്ണ വിടുതലും ആശ്വാസവും നൽകി രാവിലെ സമയം സൗഖ്യം കൊടുത്ത് രാവിലെ ആരാധനയ്ക്ക് പോകുവാൻ പ്രിയ സഹോദരിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ദിവസത്തിന്റെ രാവിലെ സമയത്ത് ലോകം പാടുന്ന ആരാധിക്കുന്ന ദിവസം അത്താവശ്യ ദിവസനായി ശ്രദ്ധിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ എവിടെയോടങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച് പിടിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ കൂട്ടായ്മ ധാരാളമായി അനുഗ്രഹിക്കുമാറുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കടന്നു വന്ന വചനം ദൈവമേ സ്തോത്രമാവേൻ ദേവസ്മാരെ അനുഗ്രഹിക്കണം. കർത്താവ് പതിലൂര് കർത്താവ് വിഷയങ്ങൾ പറയുന്ന സൗകര്യമാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കെല്ലാം അനുഗ്രഹമായി വിടുതലാക്കി തീർക്കുമാറാണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സതിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ സമസ്ത വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ചെറുത്തും വലുതുമായ എല്ലാ ആവശ്യങ്ങളും കൂടെയിരിക്കുമാറുണ്ട് പ്രാർത്ഥിക്കും. കുടുംബമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ്റെ കൃപയെ സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവം ഇഷ്ടം എൻ്റെ കാര്യങ്ങൾ അവിടാണ് കാത്തു പ്രത്യേകിച്ച് മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ദൈവമേ കിട്ടാനുള്ള വിഷയങ്ങൾ ദൈവമേ സ്തോത്രം. സബ്ജക്ട്സ് എഴുതിയെടുക്കാനുള്ള താല്പര്യം ദൈവമേ പഠിക്കാനുള്ള കൃപ ബുദ്ധി ഞാനവന് കൊടുത്ത വിഷയം പ്രാർത്ഥിച്ച് ഇതിൽ ഏറ്റെടുക്കുവാൻ സ്തോത്രം. പാസ്സാവാൻ ദൈവങ്ങളോട് മാറുന്നു പ്രാർത്ഥിക്കുന്ന കുഞ്ഞാത്മീയമാക്കണമേ. ദൈവമേസ്തവും കുട്ടികളിലൊന്നും പെട്ടുപോലോ താപാമദ്യത്തിനമേക്കുമല്ലോ മൊബൈലിൽ അഡിക്റ്റ് ആവണം കുഞ്ഞുങ്ങളെ ദൈവമേ ദൈവറയിൽ പരിപാലിക്കണത്തോ പ്രാർത്ഥിക്കുമോക്ക് വേണ്ടി പ്രാർത്ഥികൾക്ക് നല്ലൊരു അഡ്മിഷൻ ദൈവമേ ദിവസങ്ങളിൽ ഒരുക്കി കൊടുക്കുമാറുണ്ട് പ്രാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടെന്ന് കരുതുവാൻ ദൈവമേ നിന്റെ ഹിതപ്രകാരം ഒരു അഡ്മിഷൻ അപ്പം അതിന് ഒരുക്കി കൊടുക്കാൻ ആദ്യം അവസാനം അറിയുന്നവർ താവ അതിൻ്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുമാറാണ് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും ദൈവം കൂടിയിരിക്കുമാറാണ് താവനത്തിന് പണികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളിൽ അനുഗ്രഹിക്കണം. ലോൺ എടുക്കാനുള്ള മാർഗങ്ങളെ തുറന്നു കൊടുക്കണമായിട്ട് ഞങ്ങളൊന്നും കൊണ്ട് ഭാരപ്പെടാൻ ദൈവം അനുവദിക്കില്ല. താവ പ്രത്യേകിച്ച് തന്നെ കുടുംബമായിട്ട് ദൈവത്തിനുണ്ട് ധാരാളമായി പ്രയോജനപ്പെടുന്ന ദിവസങ്ങൾ കാര്യങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം പ്രാർത്ഥന സമാധാനമാക്കുക എല്ലാം ദൈവം ഉണ്ടായ ദൈവസ്തോടെ അനുഗ്രഹിക്കുമാർ സാമ്പത്തികമായ എല്ലാ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വിട്ടേച്ച് സ്വർഗത്തിലെ അപ്പാഞ്ഞ അവിടുന്ന് ധാരാളമായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. നാഥൻ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. അമ്മന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ശരീരാസ്വതെല്ലാം ഭാരപ്പെടുന്നുണ്ട് കർത്താവ്. അതിന്റെ പ്രിയപ്പെട്ട വിഷയങ്ങൾ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടാൻ ദൈവം അനുവദിക്കില്ല. എല്ലാ വിഷയത്തിനും വലിയ വിടുതൽ കൊടുക്കുവാൻ ദൈവം സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. തലവേദനയും പനി എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ആദ്യമേ സൺഡേ ആണ് കർത്താവ് ആരാധന കിടന്നു മാന്തപ്പെടുന്നവാളെ വളരെ നല്ല ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ദൈവം വരാനിക്കൾക്ക് കടന്നു പോകാൻ ദൈവം ആരോഗ്യം ദൈവം അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് യാതൊരു ആരാധന മുടക്കുവാൻ ദൈവം അനുവദിക്കല്ലേ കർത്താവപ്പ. ഒരാഴ്ചയ്ക്ക് വേണ്ടുന്ന ദൈവകൃപ പ്രാവശ്യം മടങ്ങി വരുവാൻ ഞങ്ങളെ കുടുംബമായിട്ട് ഒരുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്നു അവിടുത്തെല്ലാം ദൈവ കർത്താവിൻ്റെ പരിപാലനവരോട് കൂടെ ഇരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും മേൽ കൂടെ എൻ്റെ മകളെ സഹായിക്കും. കരങ്ങളിലേക്ക് രണ്ട് വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് മറുപടി തന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കുക ദൈവത്തെ വാഴുന്ന പ്രാർത്ഥന കേട്ട് മറുപടി എന്നിരിക്കുക സ്തോത്രമല്ലേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.
ആമേൻ ആമേൻ കർത്താവ് പ്രാർത്ഥന കേട്ട് ഈ വിഷയത്തിന്മേൽ ദൈവാത്ഭുതം പ്രവർത്തിച്ചിരുന്ന കൃപയ്ക്കായി നിങ്ങളോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ ഒരു രാജു വിൽസൺ എന്ന് പറഞ്ഞ പാസ്റ്ററുടെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള പാസ്റ്ററുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം അവര് വോയിസ് ഇട്ടായിരുന്നു. മറ്റേ തിരുവനന്തപുരം ശ്രീ ചിത്ര അവിടെയാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് ഡേറ്റ് ഒത്തിരി 2026 മാർച്ചിലേക്ക് അവര് ഡേറ്റ് കൊടുത്തേക്കണേ. പക്ഷെ ആ പാസ്റ്റർക്ക് 2 വാൽവിനും കംപ്ലൈന്റ്, എത്രയും വേഗം സർജറി വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഒത്തിരി ഡേറ്റ് നീട്ടി അവര് കൊടുത്തേക്കണത്. അപ്പൊ ആ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. പിന്നെ സാമ്പത്തികമായൊക്കെ വളരെ വിഷമത്തിലുള്ളവരാണ്. പിന്നെ 2 കുഞ്ഞുങ്ങളാണ്. അതിൽ മോൻ എഞ്ചിനീയറിംഗ് എന്തോ പഠിക്കുക, അതില് 3-4 വിഷയം എഴുതിയെടുക്കാനുണ്ട്. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇനി ആർക്കെങ്കിലും വിഷയമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നു. എൻ്റെ കൊച്ചുമോന് കാലിബിന് ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന്. ദൈവത്തിന്റെ കൃപയാല് അവന് നല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റുള്ള നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ എനിക്ക് ചുമയാല് ഞാൻ വളരെ ഭാരപ്പെടുന്നു. പ്രത്യേകമായിട്ട് എനിക്ക് ആ ചുമയുടെ ഭാരത്തിൽ നിന്നും പിന്നെ കണ്ണിന് കുറച്ച് വേദനയുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമായ വിടുതൽ ലഭിക്കേണ്ടതിന് ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഈ 2 വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ ഓമന സിസ്റ്റർ പറഞ്ഞതായ വിഷയമുണ്ടല്ലോ, രാജു വിൽസൺ പാസ്റ്റർ ഹാർട്ടിന് പ്രോബ്ലമായി ഭാരപ്പെടുന്നു. അതിൻ്റെ ഓപ്പറേഷൻ എത്രയും വേഗം നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഡേറ്റൊക്കെ കിട്ടാൻ പ്രയാസപ്പെടുന്നു. കർത്താവ് പെട്ടെന്ന് തന്നെ അത് സംഭവമാക്കി കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിലുള്ളവരോട് സംസാരിച്ച് ആ ഡേറ്റൊക്കെ എത്രയും പെട്ടെന്ന് ലഭിക്കാനും ആ സർജറി അത്ഭുതകരമായി നടക്കുവാനും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിന് ദൈവം സ്വർഗീയ വാതിൽ തുറന്ന് അതിനു വേണ്ടി കർത്താവ് വഴിയൊരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കാലേബ് എന്ന മകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അഡ്മിഷൻ കിട്ടുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയാൻ കൽപ്പിച്ചിരുന്നു. അതുപോലെ പ്രിയ സഹോദരി ചുമയാലൊക്കെയും ഭാരപ്പെടുന്നു. പൂർണ്ണ വിടുതലും ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്വസ്ഥനായ സ്വർഗീയ പിതാവേ, പ്രഭാതത്തിൽ കർത്താവേ, വീണ്ടും കർത്താവേ ചില വിഷയമായ അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുന്ന കർത്താവേ, പറഞ്ഞതായ വിഷയത്തിന്മേൽ ദൈവാത്ഭുതം പ്രവർത്തിക്കണേ കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അപാസ്ത്രമായ ഓപ്പറേഷൻ കർത്താവേ എത്രയും പെട്ടെന്ന് നടത്തുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ആ കർത്താവേ, അതിന്റെ മേലധികാരികളോട് അവിടുന്ന് ഇടപെടണമേ. ഒരു പൂർണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞൊരു പൂർണ്ണ വിടുതലോടെ എന്റെ ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. വലിയവനായ ദൈവം വലിയ പ്രവർത്തിച്ചെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിവാനുള്ള കൃപ എവിടുന്ന് നൽകണമേ കർത്താവേ. സൽസിസ്റ്റർ പറഞ്ഞതായ വിഷയത്തിന്മേൽ ദൈവാത്ഭുതം പ്രവർത്തിക്കണമേ. ചമയാൽ ഭാരപ്പെടുന്ന ദൈവമേ, മകൾക്ക് പൂർണ്ണ വിടുതലും ആരോഗ്യം നൽകണേ. ശരീരത്തെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, കർത്താവേ, അമോന്റെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. സലേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് ഈ വിഷയത്തിന്മേലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഈ വിഷയങ്ങളൊന്നും ഇല്ലെന്ന് വിശ്വസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന നമ്മുടെ ആരാധനാ കൂട്ടങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇന്ത്യയില് ഇന്ന് പ്രാർത്ഥന സഭ നടക്കുകയാണ്, പല സമയങ്ങളിലായി നടക്കുന്നു. ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും പ്രത്യേകം നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാതിലുകളൊക്കെ അടച്ചിട്ട് വളരെ ഭയത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്ന സമയങ്ങളാണ്. അതുപോലെ തന്നെ പല ആരാധനാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. അവിടെ ആരാധന നടക്കാതെ ഓൺലൈൻ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശത്രുവായവൻ
നോട്ടമിടുവാൻ അനുവദിക്കരുത്. ഇന്നത്തെ എല്ലാ ആരാധന കൂട്ടങ്ങളെയും ദൈവസഭയെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനും കർത്താവ് വിടുതൽ നൽകേണ്ടതിനു വേണ്ടിയും ആ ശത്രുക്കളോട് ദൈവം സംസാരിക്കേണ്ടതിനു വേണ്ടിയും അവർ വരുന്ന ആളുകളിൽ സത്യദൈവത്തെ അറിയുവാൻ കർത്താവ് അവർക്കൊക്കെയും അവസരം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന എല്ലാവരുടെ ജീവിതത്തിന് ഒരു വിടുതലിന് കാരണമായി തീരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയായി തീരുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ ഇന്നത്തെ ആരാധനയിൽ അവരുടെ മെസ്സേജുകളെല്ലാം കർത്താവ് മറ്റുള്ളവർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥിച്ച ഈ സഭ ദേവദാസിന് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഇത്രയും സമയം സന്നിധിയിലായിരിക്കാൻ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നല്ല കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അറിയവനായ കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് സ്വർഗം കേട്ട് ഞങ്ങൾക്ക് വേണ്ടി മറുപടി അയച്ചിരിക്കുന്നു ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന കർത്താവേ. എല്ലാവരുടെ മേലും കർത്താവിന്റെ കൃപ പകരുമാറാകണമേ. സന്നിധരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യം പ്രാപിച്ച് സമാധാനം പ്രാപിച്ച് കർത്താവെ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കർത്താവെ ആരാധന കൂട്ടങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരാധന കർത്താവെ സ്വാതന്ത്ര്യത്തോടും ഭയമില്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ആരാധിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് അവസരം തരുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവെ നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഓരോരുത്തരും ജീവിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമേ. നോർത്ത് ഇന്ത്യയിലെ ആരാധനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, എല്ലാവരും ഭയത്തോടുകൂടെ കർത്താവെ കഥകളൊക്കെ അടച്ചിട്ടുകൊണ്ട് കർത്താവെ ശബ്ദമുണ്ടാക്കാതെ ആരാധന നടത്തുന്നല്ല കർത്താവേ. ദൈവം അവിടെ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, സ്വാതന്ത്ര്യമായി ആരാധിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് അവസരം തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ഭരിക്കുന്നവരോട് ദൈവം ഇടപെടുമാറാകണമേ കർത്താവേ. നല്ല ഭരണം ചെയ്യുവാൻ കർത്താവരെ സഹായിക്കണമേ. സ്വാതന്ത്ര്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടച്ചിട്ടിരിക്കുന്ന ദൈവ കർത്താവേ ആരാധനാലയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെല്ലാം തുറന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്നതായ ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകളൊക്കെ നീ അറിയുന്നല്ല കർത്താവേ. ദൈവനാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോരുന്ന് നിന്റെ വാഗ്ദത്തമുണ്ടല്ലോ കർത്താവേ. അവരുടെ കുടുംബങ്ങളും കർത്താവേ ലജ്ജിക്കാതെ കർത്താവേ അവർ സന്തോഷമായി സമാധാനമായി ജീവിപ്പാൻ എത്രയും വേഗം ജയിലിൽ നിന്നൊക്കെ മുക്തരായി വെളിയിൽ വന്ന് കർത്താവെ ഇരട്ടി ശക്തിയോടുകൂടെ നിന്റെ വേല ചെയ്യുവാൻ അവരെയൊക്കെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജയത്തിന്റെ പകൽക്കാലമാക്കി തീർത്താട്ട്. കടന്നു പോകുന്ന വഴിയിലെല്ലാം സൂക്ഷിക്കണമേ. വാഹനങ്ങളെയൊക്കെ അവിടെ നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ കർത്താവെ. എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. സർവേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. ദേവദാസൻ നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കി സമയം ദേവദാസിന് കൈമാറുന്നു. പ്രിയ സാറാമേന്റെയുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കുവാൻ ഒരുമിച്ച് ദൈവം നമ്മെ എല്ലാവരും സഹായിച്ചൊരു അത്യാവശ്യമായ ഒരു പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് അത് നമ്മുടെ പ്രയർ ഗ്രൂപ്പിനകത്ത് വന്നൊരു പ്രാർത്ഥന വിഷയമാണല്ലോ. ഛത്തീസ്ഗഡില് ഇന്നലെ സുവിശേഷ വിരോധികള് കയറി ഒരു ദൈവസഭ മൊത്തം അടിച്ച് തകർത്ത് വലിയ പ്രശ്നങ്ങൾ ഇന്നലെ അവിടെ ഛത്തീസ്ഗഡ് ആ സഭയിൽ ഉണ്ടാകുകയായി. ദേവദാസനും സഭയും വളരെ ഭീതിയോടെ ആയിരിക്കുന്നു. സഭ ആലയം മുഴുവൻ അവരടിച്ചു തകർത്തു. അവരുടെ മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് അതിനകത്തേക്ക് ഇടിച്ചു കയറി വലിയ പ്രതിസന്ധികൾ അവിടെ ഉണ്ടാക്കുകയായി. അതിന്റെ മധ്യത്തില് ഭയത്തോടെ ആയിരിക്കുന്ന ദൈവസഭയെ ദൈവദാസനെ ദൈവമക്കളെയൊക്കെ കർത്താവ് സൂക്ഷിപ്പാൻ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ ദൈവസഭയ്ക്കെതിരായിട്ട് പല അക്രമങ്ങളൊക്കെ പലരും അഴിച്ചു വിടുകയാണല്ലോ. ദൈവസഭകളെ ഇല്ലാതാക്കുവാൻ പണ്ട് മുതലേ ശക്തിയോടെ നിന്നിട്ടുണ്ടെങ്കിലും ദൈവസഭയെ ഇന്നുവരെയും തകർന്നിട്ടില്ല. ദൈവസഭയുടെ വളർച്ചകളുടെ ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ഛത്തീസ്ഗഡിന് വേണ്ടി, ആ ദൈവദാസിന് വേണ്ടി, ആ ദൈവസഭയ്ക്ക് വേണ്ടി എല്ലാവരും അല്പനിമിഷം
നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്പനിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാളെന്ന് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അൻപോറും ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്താണ് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഈ പ്രഭാതകാലത്ത് അപ്പച്ചന്റെ പാതപിടത്തിലായിരിക്കും കൊണ്ട് സ്വർഗത്തിലെ ദൈവയുടെയാക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകം ഞങ്ങൾ ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. നാളുകളായി കർത്താവെ സ്തോത്രം ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും എതിരായി ആ ദേശത്ത് കർത്താവെ സ്തോത്രം ദുഷ്ട വ്യാപാരമുണ്ടല്ലോ കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവെ ഒരു വലിയ വിടുതൽ കർത്താവെ സ്തോത്രം ആ ദേശത്തുണ്ടാകുവാൻ സ്വർഗവിടയാക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെയുള്ള സഭകളൊക്കെയും ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ പൊതിയണമേ കർത്താവെ. അവിടെ ഒരു വിടുതൽ ലഭിപ്പാതൊക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. വളരെ സമാധാനത്തോടെ ആയിരിക്കാനും ദൈവത്തെ ആത്മാവിശ്വത്തിൽ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളുടെ കർത്താവ് ഒരു ആപത്തോ അപകടമോ ഉണ്ടാകാതെ വണ്ണം കൃപയ്ക്കുള്ളിൽ പൊതിയുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. അവിടുത്തെ ഗവൺമെന്റിനെ ദൈവം സന്ദർശിക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. മനുഷ്യന്മാരെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. സമാധാനപരമായി ഭരിക്കാൻ ദൈവം അവർക്ക് ഇടയാക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രഭാത കാലത്ത് അവിടെയുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. അവർക്ക് ആശ്വാസം ദൈവം പകർന്നു കൊടുക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. യാതൊരു ആപത്തോ അപകടമോ ഉണ്ടാകരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുനാഥിൽ ഉപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഛത്തീസ്ഗഡിന്മേൽ വലിയൊരു ദൈവ പ്രവൃത്തി അയച്ചതിനാൽ നമുക്ക് നന്ദിയോട് സ്തോത്രം പറയാം. ആത്മാവിന്റെ ഒരു വലിയ അഭിഷേകം ആ ദേശത്തിന്മേൽ ദൈവം അയക്കട്ടെ. നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേ. ഇന്ന് വിശുദ്ധ ഞായറാഴ്ച ദിവസമാണല്ലോ. ആമേ. ആരാധനയ്ക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കുകളാണല്ലോ. ആമേ. നമ്മുടെ ആരാധനകളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വിശുദ്ധദാസന്മാരെയൊക്കെ ദൈവശക്തമായി ഉപയോഗിക്കട്ടെ. നമ്മളോടുള്ള ദൈവസഭയുള്ള ദൂതുകളൊക്കെ അറിയിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെയൊക്കെ ദൈവശക്തമായി ഉപയോഗിക്കട്ടെ എന്നൊക്കെ നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കേരളത്തിലൊക്കെ നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്നവരെയൊക്കെ ഓർത്ത് നിങ്ങൾ വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കർത്താവ് നമ്മുടെ മേലായിക്കട്ടെ എന്ന് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ജനുവരി മാസം ആദ്യം മുതലേ നമ്മുടെ പ്രഭാത പ്രാർത്ഥന തുടങ്ങുവാനിടയായല്ലോ. എല്ലാ ദിവസവും വൈകിട്ട് സഹോദരിമാരുടെ പ്രാർത്ഥന ഗൂഗിൾ മീറ്റിലൂടെ ഇന്ത്യ സമയം 4 മണി മുതൽ നടക്കുന്നുണ്ടല്ലോ. എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദിന ഇന്റർനാഷണൽ പ്രാർത്ഥനാ സംഗമം നാളെ ഇന്ത്യ സമയം 8:30 മുതൽ തുടങ്ങിയാണല്ലോ. മീറ്റിംഗ് വളരെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വിടുതലിന്റെ സാക്ഷിയും ആ സമയത്ത് പറയുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും മീറ്റിംഗിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാളെ ഇന്ത്യ സമയം 8:30 ആ മീറ്റിംഗ് തുടങ്ങുന്നതായിരിക്കും. കൃത്യമായും എല്ലാവരും കടന്നു വരണമേ. അതുപോലെ നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ എല്ലാവരെയും മറ്റുള്ളവരെ കൂടി സംബന്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകള് നമ്മുടെ യൂട്യൂബിലും ഉണ്ട്. തീർച്ചയായിട്ടും അത് കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 61-ാമത്തെ സംഗീതത്തിന് ഞാനൊന്ന് വായിക്കുന്നു. Psalm chapter 61. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നോട് നിലവിളിക്കുന്നു. എനിക്ക് അത്യുന്നമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്ക് സംഗീതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാതെ എന്നേക്കും വസിക്കും. നിന്റെ ചിറകിന്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എന്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്ന അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവന്റെ സംവത്സരങ്ങൾ തലമുറയോളം ഇരിക്കും. അവനെ നീക്കും ദൈവത്തിനെ വസിക്കും. അവനെ പരിപാലിക്കുന്നതേയും വിശ്വസയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്ക് കീർത്തിക്കുകയും എന്റെ നേർച്ചകളിൽ നാളത്തോറും കഴിക്കുകയും ചെയ്യും. വൈദ്യനാവുന്ന ദാവീദ് ആത്മാവെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ 61-ാമത്തെ സംഗീതം. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നിലവിളി കേൾക്കുക മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നൊരു ദൈവമാണ്. പലതും പല കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ, നിലവിളികളെ കാണുക മാത്രമല്ല ശ്രദ്ധിക്കുന്നൊരു ദൈവമാണ്, ശ്രദ്ധിച്ചു നോക്കുന്നൊരു ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ കഷ്ടത കണ്ട് അവിടെ നിലവിളി കേട്ടിട്ട് മോശയോട് പറയാം, മോശേ, എന്റെ ജനത്തിന്റെ
കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ആമേൻ ഫലിക്കും. ഹല്ലേലൂയ. നീതിമാൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നാം കഴിഞ്ഞ നാളുകളൊക്കെ ഇപ്പോഴത്തന്നെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചതിനെ പറ്റി പറയുകയാണല്ലോ. പ്രാർത്ഥനത്തിന് അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി അയച്ചതിന്റെ അനേക ഫോൺ കോളുകൾ, മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആമേൻ. കഴിഞ്ഞ നാളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെയല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്ന അവസ്ഥകള് രണ്ട് രീതിയിലാണ്. ഹൃദയം ക്ഷീണിക്കുന്നത്, ശാരീരികമായ രോഗം വരുമ്പോൾ ശരീരം ക്ഷീണിക്കാറുണ്ട്, അല്ലെ? ആമേൻ, സ്തോത്രം. എന്തോ പറ്റി, എന്താ അസുഖങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. രണ്ടാമതായി ആ ക്ഷീണം, ആ ശാരീരികമായ രോഗം വരുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം ഒരുപക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടോ മരുന്നുകൾ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വല്ലതും കഴിച്ചത് കൊണ്ടോ ഒരുപക്ഷെ ആ ക്ഷീണം മാറുമായിരിക്കാം. പക്ഷെ ഹൃദയത്തിനുണ്ടാകുന്ന ക്ഷീണം, മനസ്സിനുണ്ടാകുന്ന ക്ഷീണം, ദാവീദ് പ്രാർത്ഥിക്കുന്നത് ശാരീരികമായ രോഗത്തിൽ നിന്നുള്ള ഒരു ക്ഷീണം മാറിയെന്ന് അതല്ല. ദാവീദ് പ്രാർത്ഥന മനസ്സിന് പലവിധമായ ക്ഷീണം ഉണ്ടാകുകയായി. താൻ സ്നേഹിച്ചവര്, തന്നെ സ്നേഹിച്ചവര്, ആമൻ തന്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്ന ചില അവസ്ഥകൾ കടന്നു വരുവാടയായി. ഒറ്റപ്പെട്ടതായ ചില അവസ്ഥകൾ കടന്നു വരുവാടയായി. തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, തന്നെ നശിപ്പിക്കാൻ വേണ്ടി, തന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്റെ മകനുമായിട്ട് പോലും കൂട്ടുകെട്ടുണ്ടാക്കി ചിലര് ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിച്ച പല സന്ദർഭങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുവാൻ, തന്നെ കൊന്നുകളയുവാൻ അമ്മായിപ്പൻ ഉൾപ്പെടെ സ്വന്തം മകൻ ഉൾപ്പെടെ പല പ്രതിസന്ധികൾ തന്നെ മുമ്പിൽ കടന്നു വരുവാടയായി. ഒരു ശിമയെ തന്നെ ശപിച്ച് നീജ പോ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണുവാരി തന്നെ എറിഞ്ഞ് ശപിക്കുവാടയായി. തന്റെ കൃത്യം, ദാവീദിന്റെ കൃത്യം പറയുക, ഇവനെ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറയുന്നതിനോ ഒന്നും ചെയ്യല്. ഇവന്റെ ഇന്നത്തെ ശാപത്തിനു പകരം നാളെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ്. ആരെല്ലാം ശപിച്ചാലും, ആരെല്ലാം നിനക്കെതിരായി എന്തെല്ലാം സംസാരിച്ചാലും ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയട്ടെ, ഇന്നത്തെ ശാപം നാളെ അനുഗ്രഹമാണ്. ഇന്നത്തെ വേദന നാളത്തെ ഉയർച്ചയാണ്. ഇന്നത്തെ കഷ്ടത നാളത്തെ വിടുതലിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രിയാബിദ്ദുസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളിലെ നിങ്ങളുടെ പ്രാർത്ഥനയൊന്നു മാത്രമാണ് ദൈവം ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കര ഇന്നും കുറുതായിട്ടില്ല, അവന്റെ ചെവി ഇന്നും മന്ദമായിട്ടുമില്ല. ഞങ്ങൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. കർത്താവ് എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ആരാധിക്കുവാൻ, ഒരുമിച്ച് ആരാധിക്കുവാൻ, ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണം. അസ്ഥികളോട്, ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളോട്, ഞാൻ കഴിഞ്ഞ സൺഡേ സഭയെ പ്രസംഗിച്ച വിഷയം ഇതായിരുന്നു. ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളോട്, അസ്ഥികളെ മരുഭൂമിയിൽ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളുടെ അടുക്കിലേക്ക് എസ്കേലിനെ കൊണ്ടിട്ട് പറയുക, ഈ അസ്ഥികൾ ജീവിക്കുമോ കർത്താവേ നീ അറിയുന്നു. എസ്കേലെ നീ അസ്ഥികളോട് പ്രവചിക്കുക. അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് ചേർത്ത് മാംസങ്ങൾ, പേശികൾ, ത്വക്കുകൾ, ഞരമ്പുകൾ എല്ലാം വന്ന് പിടിച്ചു. ഹല്ലേലൂയ. ഈ അസ്ഥികളുടെ മേലേക്ക് ആത്മാവിന്റെ കാറ്റ് അവിടെ വന്നടിച്ചപ്പോൾ ഈ അസ്ഥികൾ ജീവിച്ച് ഒരു സൈന്യമായി മാറി. ഏറ്റവും ഉണങ്ങിയ മരുഭൂമിയിലെ ആ ഉണങ്ങിയ അസ്ഥികൾ, ഏറ്റവും വരണ്ടിരിക്കുന്ന അസ്ഥികള് ജീവൻ പ്രാപിച്ച ഒരു സൈന്യമായെങ്കിൽ യേശുവിന്റെ നാമത്തില് കർത്താവെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേല് ഒരു മറുപടി കിട്ടത്. മരിച്ചു 4 നാളായി, നാറ്റം വെച്ചു, ഒരിക്കലും ഒരു അത്ഭുതം നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ മേല് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരം ദൈവം അയക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മീറ്റിംഗിൽ കൂടി സംബന്ധിക്കുന്ന പലരോടും ദൈവത്തിന്റെ ആത്മാവിശക്തമായ ദൂത് പറയുക. മാനുഷികമായി ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല, ഒരിക്കലും വിടുതലുണ്ടാകത്തില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, ഇല്ല, ചില കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുക. ചില കാര്യങ്ങൾ ഇല്ലായ്മ ഉള്ളതിനെ പോലെ ഉരുവാക്കുന്ന ദൈവം അതിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വലിയ ദൈവീയ അഭിഷേകം ദൈവാത്മാ വായിക്കാൻ വേണ്ടി പോവുക. ഒരു വലിയ ദൈവീയ ചലനങ്ങൾ ദൈവാത്മാ വായിക്കാൻ വേണ്ടി പോവുക. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി മുമ്പിൽ കാണാൻ വേണ്ടി പോവുക. അസ്ഥികൾ ജീവിച്ച്, ഏറ്റവും ഉണങ്ങിയിരുന്ന അസ്ഥികൾ ജീവിച്ച് ഒരു സൈന്യമായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസനാഥ് നിലവിളിക്കുന്ന പ്രാർത്ഥനകൾ വെറുതെ അല്ല. ഹല്ലേലൂയ. ദൈവമേ നിലവിളി കേൾക്കണം, പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഹൃദയം ക്ഷീണിക്കുമ്പോൾ
കർത്താവെ മാനസികമായ മാനുഷികമായ മുറിവേറ്റിരിക്കുന്ന ചില ജീവിതങ്ങള് കർത്താവെ അവരുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എന്തായിത്തീരും എങ്ങനെയായിത്തീരുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന് മേല അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം പോലും 5 മാസം 4 മാസം 6 മാസം ബെഡ് റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് പ്രവർത്തിപ്പ് സെക്കൻഡുകൾ മതി. കിടക്കുകളെ മാറ്റി വിരിക്കുന്ന ഒരു കർത്താവാണ്. കിടക്കുകളെ മാറ്റി വിരിക്കുന്ന ഒരു കർത്താവാണ്. സ്തോത്രം. ഫെബ്രുവരി മാസം 5-ാം തീയതിയാണല്ലോ ഞങ്ങൾക്ക് ഈ അപകടം ഉണ്ടാകുവാനായത്. ഇപ്പോഴൊരു 42 ദിവസം കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദാസി എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഭവനത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ കർത്താവിന്റെ വേലയിൽ ദൈവശക്തമായി ഉപയോഗിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. ദൈവത്തിന്റെ കരം ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പെട്ടെന്ന് ഫാസ്റ്റിനോട്ട് പോയിട്ട് വന്നപ്പോൾ തന്നെ സ്വയമായിട്ടൊന്ന് തന്നെ എഴുന്നേറ്റിരിക്കുന്നതെന്ന് കാണുവാടെയായി. ഓരോ സമയത്ത് ഒന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് തന്നെ കിടക്കുവാടെയായി. അങ്ങനെ 2-3 പ്രാവശ്യം വരെ അങ്ങനെ ഒരു അനുഭവം ദൈവം കാണിപ്പടയായി. ദൈവത്തിന്റെ വലിയ കരം ദൈവം വീണ്ടും അയക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല. എല്ലാ സഹോദരിമാരും എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് ഈ പ്രഭാതത്തിലൊക്കെ പ്രിയ സിസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ കണ്ണുടയ്ക്കുക, നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. ബേർശേബ മരുഭൂമിയിലും ഹഗാറും സ്തോത്രം ഹല്ലേലൂയ പിഞ്ചു കുഞ്ഞു ദാഹത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അബ്രഹാം കൊടുത്ത അപ്പവും വെള്ളവും തീർന്നു പോയി. എന്നാൽ ആ മരുഭൂമിയില് ഒരു ശകലം പോലും വെള്ളം കൊടുക്കുവാൻ ആരുമില്ല. ഹല്ലേലൂയ. കുഞ്ഞിന്റെ മരണം ഇനി കാണണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ദൂരം മാറിയുന്നുകൊണ്ട് വാ വിട്ടതിനെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. ഹഗാറെ നിനക്ക് ഇവിടെ എന്ത്? നോക്കിയാണ് ഹഗാർ അല്പം മുമ്പ് കണ്ടപ്പോൾ കൊച്ചിന്റെ കരച്ചിൽ മാത്രമാ കണ്ടത്. ഇപ്പോ നോക്കിയപ്പോൾ ദൈവം തമ്പുരാൻ തുറന്ന ഉറവ. അബ്രഹാം കൊടുത്ത വെള്ളം വെച്ചപ്പോഴും ദൈവം തുറന്ന ഉറവ ഇന്നും തുറന്നില്ല, ഇന്നും അടഞ്ഞിട്ടില്ല. ആ ഉറവ ഇന്ന് ആ വെള്ളം കുടിച്ച് ഹല്ലേലൂയ തന്റെ കുഞ്ഞിന് ആ വെള്ളം കൊടുക്കുവാടെയായി. ആ ഉറവ ഇന്നും പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ലേഹിയില് ഫെലിസ്തീനോട് പടപരിധിയാകുന്ന ശിംശോൻ ദാഹജലത്തിന് വേണ്ടി നിലവിളിച്ചു. കഴുതയുടെ പച്ച താടിയിൽ ഒന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്തരെ മുഴുവൻ നശിപ്പിച്ചിട്ട് ദാഹജലത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ അപ്പോൾ ലേഖയിൽ ഒരു കുഴി പിളരുമാറാക്കി ആ വെള്ളം കുടിച്ച് അവൻ ചൈതന്യം പ്രാപിച്ചു. ഈ വിശുദ്ധ പകൽക്കാലം, ഈ ഞായറാഴ്ച പകൽക്കാലം ഒരു ചൈതന്യം നമുക്ക് പ്രാപിക്കാം. ആത്മാവിന്റെ ജീവൻ കഥാവെ ഉണങ്ങി വരണ്ടിക്കുന്ന അസ്ഥികളിലേക്ക് മരിച്ചു 4 നാളായി നാറ്റം വെച്ച് ഒരിക്കലും മറുപടി കിട്ടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ മേലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ദൈവാത്മാവ് അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും അല്പ നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ട്, എല്ലാവരുടെയും നന്മുട്ടി ചെയ്താട്ട് കർത്താവിനെ ഒന്ന് നന്ദിയോട് തന്നെ ഭാഷ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രയർ ഇത്രത്തോളം ദൈവാനുഗ്രഹമായി നടത്തി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ആൻഡ് വർഷത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ സുനി തോമസ് യുഎ വളരെ അനുഗ്രഹമായ ഗാനം ആലപിച്ചു. ദൈവം സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ
അതുപോലെ പ്രയർ ലീഡ് ചെയ്ത സാറാമ്മ ആൻറ്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അനേകർക്ക് വേണ്ടി കുടുംബമായി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ വളരെ അനുഗ്രഹീതമായി മെസ്സേജ് നൽകിയ പാസ്റ്റർ ബെൻസനോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ദൈവം ശക്തമായി എടുത്തു ഉപയോഗിക്കുവാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. സംഭവാസമായ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ രാത്രികാലം എത്രയോ പേര് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്ന് അതിശയമായി കർത്താവ് കാത്തു പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചല്ലോ. തക്ക സമയത്ത് ദൈവമേ വളരെ അനുഗ്രഹീതമായി മറുപടി നൽകി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം തക്ക സമയത്ത് മറുപടി നൽകി തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ ആരാധനയിലും കർത്താവിൻ്റെ തിരുസാന്നിധ്യം പരിപൂർണമായ സൗഖ്യത്തെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായും കുടുംബപരമായും അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ തക്ക സമയത്ത് വീണ്ടും കർത്താവ് വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കയാൽ സ്തോത്രം. മറുപടി നൽകി തന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ. ഇത്രത്തോളം ചെയ്യുന്ന സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ പ്രാചീന സകല വിഷയങ്ങളുടെ മേലും ഈ മീറ്റിംഗിന് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ട മേലും മേലും എല്ലാ ദൈവ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും എല്ലാ വിശുദ്ധന്മാരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.